PV അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ മുന്നണി പ്രവേശനത്തിന്റെ കാര്യത്തിൽ അത്ര ഹാപ്പിയല്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് അദ്ദേഹത്തിന്റെ വാക്കുകൾ മാത്രമാണ്. CPM വിട്ടുവന്ന PV അൻവറിന് UDF മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ആദ്യം സമീപിക്കുന്നത് ലീഗിനെയാണ്. പാണക്കാട് സാദിഖലി തങ്ങളെയാണ് കാണുന്നത്, പിന്നീട് PK കുഞ്ഞാലിക്കുട്ടിയാണ് കാണുന്നത്. ഇപ്പോൾ രണ്ടാം വട്ടവും ഒരിക്കൽ കൂടെ ഒന്നും തീരുമാനമാവില്ല, UDF മുന്നണി പ്രവേശനം അത്ര പെട്ടെന്ന് സാധ്യമല്ല എന്ന് വരുമ്പോൾ പോലും PV അൻവർ വീണ്ടും സമീപിക്കുന്നത് ലീഗ് നേതാക്കളെയാണ്. ഇന്നലെ രാത്രി PV അബ്ദുൽ വഹാബിന്റെ വീട്ടിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ലീഗ് നേതാക്കൾ മാധ്യമങ്ങളെ കണ്ടിരുന്നു. PV അബ്ദുൽ വഹാബും PM സലാമും ഒക്കെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പോലും PV അൻവറിനെ ഇന്നെടുക്കാം നാളെ എടുക്കാം എന്ന് പോലും പറയാനുള്ള ഒരു ആത്മവിശ്വാസത്തിലേക്ക് അവർ പോലും എത്തിയിട്ടില്ല. അതിന്റെ കാരണം UDF നേതൃത്വത്തെ PV അൻവർ അവസാന വട്ടവും ചൊടിപ്പിച്ചു എന്നുള്ളതാണ്. കാരണം അൻവറിന്റെ കാര്യത്തിൽ കാര്യമായ നിലപാടെടുത്ത് തീരുമാനമെടുത്ത് UDF-ൽ ചേർക്കാം എന്ന് നിൽക്കുമ്പോഴാണ് അൻവറിന്റെ ഭാഗത്ത് നിന്ന് UDF-ലെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയൊരു ആശയം അൻവർ തന്നെ ആര്യാടൻ ഷൗക്കത്ത് കൊള്ളില്ല എന്നും VS ജോയിലേക്കൊക്കെ ചൂണ്ടുവിരൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുമൊക്കെ അങ്ങനെയൊരു വിവാദവും ഒക്കെ അൻവർ ഉണ്ടാക്കുന്നത് അത് കോൺഗ്രസ് നേതൃത്വത്തെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്, അത് ലീഗിനെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണെങ്കിൽ പോലും ഇനി അൻവറിന്റെ കാര്യത്തിൽ UDF-ൽ ഒരു ഭിന്നതയുണ്ടാക്കി മുന്നോട്ട് പോകാൻ ലീഗും ആഗ്രഹിക്കുന്നില്ല. അതാണ് കാര്യം. പക്ഷേ അൻവറിന്റെ മുന്നിലുള്ളത് ഇനി മുസ്ലിം ലീഗ് മാത്രമാണ്. മുസ്ലിം ലീഗിലെ PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കളോട് അവസാന വട്ടവും സംസാരിച്ച് ഏതെങ്കിലും വിധേന UDF-ൽ കയറുക, UDF-ൽ ഏതെങ്കിലും ഒരു പ്രത്യേക റോൾ തനിക്ക് വഹിക്കണം എന്ന ആശയാണ്, എന്ന ആഗ്രഹമാണ് അൻവറിനുള്ളത്. അത് സാധ്യമാക്കുക എന്ന പോംവഴി സാധ്യമാക്കാൻ ലീഗ് എന്നൊരു പോംവഴി മാത്രമേ അൻവറിന്റെ മുന്നിലുള്ളൂ. അതുകൊണ്ടാണ് അവസാന വട്ടവും അൻവർ അതിനുവേണ്ടി ശ്രമിക്കുന്നത്. അൻവർ ഇന്നലെ PM സലാം പറഞ്ഞൊരു കാര്യമുണ്ട്, അൻവറിന്റെ കാര്യത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്, പക്ഷേ ലീഗ് ഒരു ഘട്ടത്തിൽ പോലും മധ്യസ്ഥത അൻവറിന് വേണ്ടി വഹിക്കുന്നില്ല. അതായത് പോളിംഗ് ബൂത്തിലേക്ക് നിലമ്പൂരിലെ ജനങ്ങൾ പോകുന്നതിന് മുൻപ് അൻവറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ലീഗിന് ഇതിനകത്തുള്ള ഒരു ആശങ്ക, അൻവറിനെ കൂടെ കൂട്ടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിലമ്പൂരിൽ വലിയ ഭൂരിപക്ഷം നേടാനാകുമെന്ന ഒരു ആശ, അങ്ങനെ ഒരു പ്രതീതി, അതല്ലെങ്കിൽ അങ്ങനെ ഒരു ആശ ലീഗിനുണ്ട്. അതുമായിട്ടാണ് ലീഗ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ അതല്ല, അൻവറിനെ ഒപ്പം കൂട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഏത് വിധേനയെങ്കിലും കോൺഗ്രസിനെ അത് ബാധിച്ചു കഴിഞ്ഞാൽ അത് ലീഗിനൊരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. അന്നേ ഞങ്ങൾ പറഞ്ഞതാണല്ലോ, അൻവർ ഉണ്ടല്ലോ, അൻവറിനെ കൂടെ കൂട്ടി പോവാമായിരുന്നല്ലോ എന്ന് പറഞ്ഞതാണല്ലോ എന്നൊരു രീതി ലീഗിൽ നിന്നുണ്ടാവും. അതുകൊണ്ടാണ് ലീഗ് അൻവറിന് വേണ്ടി ഇപ്പോഴും കോൺഗ്രസിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. പക്ഷെ അതൊരു തരത്തിലും ഭിന്നതയിലേക്ക് പോയി അൻവറിന്റെ കാര്യത്തിൽ തല്ല് പിടിക്കാൻ ഒരിക്കലും ലീഗും ഒരുക്കമല്ല. എന്തായാലും ഇന്നത്തെ ഒരു ദിവസം കൂടെയുണ്ട്. അത് ലീഗ് നേതാക്കൾ അതല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ കൂടിയിരുന്നു കൊണ്ട് എന്ത് തീരുമാനമാണ് അൻവറിന്റെ കാര്യത്തിൽ എടുക്കുക എന്നത് തന്നെയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്.